35 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞ് മരിച്ചതിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് രക്ഷിതാക്കൾ പന്തളം പോലീസിൽ പരാതി നൽകി. പന്തളം പൂഴിക്കാട് HR മൻസിലിൽ ഹബീബ് റഹ്മാൻ നിജ്മ ദമ്പതികളുടെ മകളാണ് ബുധനാഴ്ച രാത്രി മരണപ്പെട്ടത്. പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു സിസേറിയൻ. CK അഭിലാൽ ചേർന്നുണ്ട്. ഈ വിഷയത്തിൽ ഈ ചികിത്സാ പിഴവ് തന്നെയാണ് എന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ? 36 ദിവസം മുൻപാണ് പൂഴിക്കാട് സ്വദേശിനിയായ യുവതിയെ പ്രസവ വേദനയെ തുടർന്ന് പന്തളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 5 മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ എത്തി യുവതിയെ പരിശോധിക്കുകയും അതിനുശേഷം ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കുകയാണ് ഉണ്ടായത്. യഥാസമയം ശസ്ത്രക്രിയ നടത്താൻ കഴിയാതിരുന്നതിനെ തുടർന്ന് കുഞ്ഞിന്റെ തലച്ചോറിൽ രക്തം കട്ടപിടിക്കപ്പെട്ടതായി പിന്നീട് ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തി എന്നുള്ളതാണ് ബന്ധുക്കളുടെ ആരോപണം. അതുകൊണ്ട് തന്നെ ഉത്തരവാദിയായിട്ടുള്ളത് ഗൈനക്കോളജി വിഭാഗത്തിലെ ഡോക്ടറാണ് എന്നുള്ളതാണ്. കുഞ്ഞിനെ തുടർ ചികിത്സയ്ക്ക് പിന്നീട് അടൂരിലും തിരുവനന്തപുരത്തെ ആശുപത്രിയിലൊക്കെ തന്നെ പ്രവേശിപ്പിച്ചിരുന്നു. പക്ഷേ അപ്പോഴേക്കും ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു. ചുരുക്കത്തിൽ കുഞ്ഞ് മരിക്കാനിടയായത് യഥാസമയം സിസേറിയൻ നടത്തി പുറത്തെടുക്കാൻ കഴിയാത്തതാണ് എന്നുള്ളതാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഈ വിഷയത്തിൽ അവർ പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകുകയും അസ്വാഭാവിക മരണത്തിന് പന്തളം പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നെങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ മരണകാരണം എന്താണെന്ന് വ്യക്തമാവുകയുള്ളൂ.